അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ അർജന്റീന ടീം ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന മട്ടിലാണ് ഇന്നിപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത്. നമുക്ക് ഒരു ദൃശ്യം കാണാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ട്വീറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണൂ. ഇങ്ങനെയാണ് ഇത്. നമ്മൾ വലിയ രീതിയിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് ഈ ട്വീറ്റ് വന്നതിന് ശേഷമാണ്. നോക്കൂ, മറ്റൊരു രാജ്യത്തോടൊപ്പം, അങ്കോള എന്ന രാജ്യത്തോടൊപ്പം കേരളത്തിൽ കളിക്കാൻ വരുന്നു എന്നുള്ളതാണ് ഈ ട്വീറ്റിൽ ഉണ്ടായിരുന്നത്. അങ്കോളെ കളിച്ചു, കേരളത്തിൽ വന്ന് കളിച്ചില്ല. ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ വേരിഫൈഡ് പേജിൽ നിന്നാണ്. ഈ വേരിഫൈഡ് പേജിൽ നിന്ന് ഇങ്ങനെ ഒരു ഉറപ്പ് കിട്ടുമ്പോൾ എങ്ങനെയാണ് മനോരമയ്ക്കും മറ്റു മാധ്യമങ്ങൾക്കും അർജന്റീന അറിയാത്ത നടപടിയാണ്, അർജന്റീന അറിയാത്ത ഇടപാടാണ് എന്ന് പറയാൻ കഴിയുക? പച്ചക്കള്ളം എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ കഴിയുക? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വരാന്ന് പറഞ്ഞ ഒഫീഷ്യൽ രേഖ അയച്ചേക്കാണ്. ഈ ലെറ്റർ സിഎമ്മിന്റെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ടാവില്ലേ? ഇത് അരുൺ സാറേ, ഇതിൽ ഏത് ഡോക്യുമെന്റ് ആണ് അവിടെ ഇല്ലാത്തത്? ദ പ്രിൻസിപ്പൽ സെക്രട്ടറി തിരുവനന്തപുരം ടു ഫിനാൻസ് മിനിസ്ട്രി അയച്ച ലെറ്റർ. ഇതാ ഫിനാൻസ് മിനിസ്ട്രി തിരുവനന്തപുരത്തേക്ക് അങ്ങോട്ട് ഡൽഹിക്ക് അയച്ച ലെറ്റർ. ഇതെല്ലാം ഇവിടെ ഇല്ലാഞ്ഞിട്ടാണോ? ഇതാ എഗ്രിമെന്റ്, ഇതാ സർക്കാർ ഉത്തരവ്, ഇതാ പിണറായി വിജയന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതാ പണം അയച്ച രേഖ. ഇതാണ് അടുത്തത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി കളി നടത്താനുള്ള അനുമതി തന്നുകൊണ്ടുള്ള രേഖ. ഇതാണ് ഏത് GST റിപ്പോർട്ട് സമൻസ്. ഇതിനകത്ത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ 22 കോടി രൂപ ടാക്സ് അടയ്ക്കണമെന്ന്? എനിക്ക് നോട്ടീസ് തന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ നേരിട്ട് എന്ന് കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുത്തു. നടന്നിട്ടില്ല, പണം നഷ്ടപ്പെട്ടു, അതിന് GST എങ്ങനെ? കളി നടക്കാതെ എങ്ങനെ കേരളത്തിൽ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു GST എന്ന് പറയുന്നത് സർവീസിനുള്ള ഇതാണല്ലോ. നമ്മൾ എന്ത് സർവീസാണ് എടുത്തത്? എന്ത് സർവീസ്? കേരളത്തിൽ കളി നടന്നോ GST അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഇതേ സർക്കാർ പറയുകയാണ് നിങ്ങൾ പണം അയച്ചിട്ടില്ല എന്ന്. ഇതേ സർക്കാർ ഇവിടെ നിങ്ങൾ പണം അയച്ച GST അടയ്ക്കാനും പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന്. ഇതെന്താണ്? അവർ നമ്മളോട് സോറി ചോദിച്ചിട്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സോറി ചോദിച്ചിട്ട് ഞങ്ങൾക്ക് സെപ്റ്റംബറിലേക്ക് കളിക്കിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഒഫീഷ്യൽ ലെറ്റർ അയച്ചേക്കുന്നു. എന്നിട്ട് ഈ ലെറ്ററിനാണ് ഞാൻ എവിടെ പോയത്? ഞാൻ ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി സെപ്റ്റംബറിൽ വേണ്ട എന്ന് പറയാനുള്ള തീരുമാനത്തിന് കാരണമുണ്ട്. അതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത് നമുക്ക് മാർച്ചിൽ കളി നടക്കണം. മാർച്ചിന് ശേഷം ഇലക്ഷനാണ്. ഇലക്ഷന് ശേഷം കളി നടത്താൻ കഴിയില്ല. മാർച്ചിൽ വിൻഡോയിൽ നടക്കാൻ കഴിയില്ല. മാർച്ച് 30-31 ആ സമയത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് കളി നടത്താൻ കഴിയില്ല. അപ്പോൾ അവർ തന്നെ നമ്മളോട് പറയുകയാണ്, ശരി ഇലക്ഷൻ നടക്കാൻ കഴിയില്ലെങ്കിൽ ജൂണിൽ ലോകകപ്പ് വരികയാണ്. നമ്മൾ ആരുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്? 2023 കൂടുതൽ ഏത് കപ്പ് ജേതാക്കളുമായിട്ടാണ് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. 2026 കപ്പ് ജേതാക്കൾ അർജന്റീന അല്ലല്ലോ. അവരുമായിട്ട് നമുക്കൊരു കളി വെക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? 2026 ഞങ്ങൾക്ക് കളി വേണ്ട നമ്മളെ സംബന്ധിച്ചോളൂ. അപ്പോൾ അവർ നമ്മളോട് സോറി ചോദിച്ചിട്ട് ഞങ്ങൾ സെപ്റ്റംബറിൽ കളിക്കാൻ വരാം, അതിൻ്റെ കൂടെ അണ്ടർ 20 U20 നാഷണൽ ടീമിനെയും കൂടെ കൊണ്ടുവന്ന് കളിക്കാം, അതിന് പകരമായിട്ട് ഇതിന് നഷ്ടം വരികയാണെങ്കിൽ അതിനും കൂടെ നിങ്ങൾക്ക് ഇത് നഷ്ടം തരാം എന്ന് പറഞ്ഞിട്ട് അവർ ഞാൻ ഇതിനെ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോടതിയിൽ പോയി. ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ കോടതി എന്ത് ചെയ്തു? 2 ആർബിട്രേറ്റർ ആണല്ലോ. നമ്മുടെ ഭാഗത്ത് ഒരു ആർബിട്രേറ്റർ വെക്കണം, അവരുടെ ഭാഗത്ത് ഒരു ആർബിട്രേറ്റർ വേണം. 2 പേരെ അപ്പോയിൻറ്റ് ചെയ്തു. ഫസ്റ്റ് ഹിയറിംഗ് കഴിഞ്ഞു. സെക്കൻഡ് അവരുടെ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരുടെ കൗണ്ടർ കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് അല്ലാതെ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഞങ്ങൾ കളിക്കാൻ വരാൻ തയ്യാറാണ്. കാരണം അവർക്ക് ഇപ്പം അവർ ജേതാക്കളല്ല, അതുകൊണ്ട് അവർ കളിക്കാൻ വരാൻ തയ്യാറാണ് എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ഇൻഫോർമലി സംസാരിക്കുമ്പോൾ അവരെന്താ പറയാൻ പോകുന്നത്? അവർ പറയാൻ പോകുന്നത്, ഞാൻ വിചാരിക്കുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ വന്ന് കളിക്കാൻ തയ്യാറാണ് എന്നാണ് പറയാൻ പോവുക. അപ്പം നമ്മൾ അംഗീകരിച്ചാൽ നമുക്ക് കേരളത്തിൽ വന്ന് കളിക്കാൻ കഴിയും. അംഗീകരിച്ചില്ലെങ്കിൽ നമ്മളെ പണം തിരിച്ചു തരേണ്ടി വരും. ഇത് നോർമലിയാണ്. കാരണം ഇത് ഇന്ത്യയിലെ റൂള് പ്രകാരം ഇന്ത്യയിലെ എല്ലാ അപ്രൂവൽസും RBI, FEMA, പിന്നെ ഇതൊരു ബാങ്ക് SBI പോലത്തെ ഒരു ബാങ്ക് ഇത്രയും കോടി രൂപ, 100 കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ ഒരു രേഖയും നോക്കാതെ അയക്കുമെന്നാണ് വിചാരിക്കുന്നത്? ആർക്കെങ്കിലും ബോധ്യമുള്ള ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ? ഒരു റിപ്പോർട്ട് നിങ്ങൾ നോക്കാറുണ്ട് സാർ. ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു രേഖയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തോന്നുന്ന പോലെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു രേഖയും അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ രേഖയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ഇതാണ് ടൂർപെഡൻഡോർ LLCക്കെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന്. ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയാം? അമേരിക്കയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് എഴുതി വെച്ചിട്ട് നമ്മളോട് പറയാണ് നിങ്ങൾ ഇതിനകത്ത് തട്ടിപ്പടത്തി. ഒന്നാമത്തെ കാര്യം, കേന്ദ്ര ഫൈനാൻസ് മിനിസ്ട്രി അപ്രൂവൽ വന്നിരിക്കുന്നത് അത് മാത്രമല്ല അരുൺ സാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയോ? ഈ ഏജൻസിയെ കുറിച്ചിട്ട് ഞാൻ ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട്. ആരുമായിട്ട് DNB റിപ്പോർട്ട്, ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നവർക്ക് അറിയാം. DNB റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ടോർപെഡോ LLC എന്ന് പറയുന്ന കമ്പനി എത്ര വർഷമായി പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, ഇത് അർജന്റീനയുടെ കളക്ഷൻ ഏജന്റ് ആണോ എന്നുള്ളത് ബാങ്ക് മുഖാന്തരം ഞാൻ എടുത്ത റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് എടുക്കുക, ഇതടക്കം സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ പൈസ അയക്കുന്നത്. ഇനി വേണ്ട, ഈ പൈസ കിട്ടിയില്ല എന്ന് അർജന്റീന റിജക്ട് ചെയ്താലല്ലേ ഈ പൈസയ്ക്ക് ഡിസ്പ്യൂട്ട് ഉള്ളൂ. ഈ പൈസ കിട്ടി എന്നുള്ളത് ഇന്റർനാഷണൽ ആർബിട്രേഷൻ കോടതി അവർ പറയുന്നു.
ഞങ്ങൾ ഇവരെ ചീറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ വന്ന് പറയുന്നു, ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അവർ വന്ന് പറയുന്നു. ഇതെല്ലാം അർജന്റീന പറയുന്നു, കേരളത്തിലെ ആൾക്കാർ പറയുന്നില്ല എന്ന്. കേരളത്തിലെ പത്രക്കാർ പറയുന്നില്ല. കേരളത്തിലെ പത്രക്കാർക്ക് എന്താണ്, നമ്മളോടേ ദേഷ്യമുള്ളൂ. ഈ രേഖ എന്ന് പറയുന്നത് കേന്ദ്രം നേരിട്ട് RBIക്ക് കൊടുത്തിരിക്കുന്നതാണ്. ടു ദ മാനേജർ എക്സ്ചേഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി. ആരാ കൊടുത്തിരിക്കുന്നത്? ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് സ്പോർട്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ്. ഓക്കെ. Meet the editors.